ഏഷ്യൻ സ്റ്റാർസ് ഇൻ വെയിറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു കൊച്ചുമിടുക്കനാണ്. കൊച്ചുമിടുക്കൻ എന്ന് പറഞ്ഞാൽ അസാമാന്യ കഴിവുള്ള ഒരു കൊച്ചുമിടുക്കൻ. 1954 റിലീസായ നീലക്കുയിൽ എന്ന സിനിമ അതിന് നാടക രൂപാന്തരം സംഭവിച്ചപ്പോൾ അതിലൊരു ബാലനടൻ്റെ കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയ കൊച്ചുമിടുക്കൻ. തിരുവനന്തപുരം വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ. കൊച്ചുമിടുക്കൻ്റെ പേര് കാശിനാഥൻ. നമുക്ക് കാശിനാഥൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഹായ് കാശിനാഥ, സോ തന്നെ കുറച്ച് ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട്. നമ്മൾ അന്ന് നീലക്കുയിൽ നാടകത്തിന് കണ്ടതാണ്, പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. എന്തുണ്ട് വിശേഷം? ഈ നീലക്കുയിൽ സിനിമ നാടകമായി അതിൽ ഒരു ബാലൻ്റെ വേഷം കാശിനാഥൻ ചെയ്തു. എല്ലാവർക്കും ഭയങ്കര അപ്ലോസ് ആയിരുന്നു. നാടകം കാണാൻ വന്നവരെല്ലാം ഒരേ കയ്യടി അല്ലേ? ചാനലുകാരെല്ലാവരും വന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നു. എന്താണ് കാശിനാഥന് അപ്പോഴുണ്ടായ മനസ്സിലുണ്ടായ ഒരു സന്തോഷം? എന്ത് ഫീലാണ് ഉണ്ടായത്? എനിക്ക് സന്തോഷം. നല്ല സന്തോഷമായിരുന്ന? പിന്നെ എനിക്ക് കിട്ടാത്ത ഭാഗ്യം വേറെ ആർക്കും കിട്ടിയില്ല, അതാണ്. ഒന്നാമത് ആ സിനിമയിൽ മോൻ ചെയ്ത വേഷം അഭിനയിച്ച ഒരു അങ്കിളിന്റെ സാന്നിധ്യത്തിൽ മോൻ അത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റി അല്ലേ? വിപിൻ മോഹൻ അങ്കിൾ, നമ്മളന്ന് പരിചയപ്പെട്ടില്ലേ? വിപിൻ മോഹൻ ആ അങ്കിള് വലിയ സിനിമാറ്റോഗ്രാഫറാണ്. സിനിമയിൽ ക്യാമറ ചെയ്യുന്ന അങ്കിളാണ്. ആ അങ്കിൾ നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വന്നു, മോനെ കണ്ടു, പരിചയപ്പെട്ടു. എന്നിട്ട് ആ അങ്കിളിൻ്റെ സാന്നിധ്യത്തിൽ മോന് സ്റ്റേജിൽ ആ വേഷം അവതരിപ്പിക്കാൻ പറ്റി. അത് വലിയ ഭാഗ്യമല്ലേ? വലിയ സന്തോഷമില്ലേ? ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയപ്പം അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അവർ പത്രത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്കും വാർത്തയൊക്കെ വരുന്നു, കാശിനാഥൻ എല്ലാ പേരും ഉണ്ട്. അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞ? ടീച്ചർ എന്തെങ്കിലും പറഞ്ഞ? ടീച്ചർ വേറെ കുട്ടികൾ ആ ക്ലാസ്സിൽ കുട്ടികളുടെ ഇടയിൽ ഒരു ഹീറോ ആയ കോളറൊക്കെ പൊക്കി ജാടയെ തന്നെ ഇരുന്നത് ഇല്ല? നമുക്കിതൊക്കെ തോന്നല്ലേ? ഈ നാടകത്തിലേക്ക് ഫസ്റ്റ് വരുമ്പം മോന്റെ മനസ്സിൽ എന്തായിരുന്നു? പേടിയുണ്ടായിരുന്ന? ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്ന? പിന്നെ അത് മാറ്റിയെടുത്തത് എങ്ങനെയാണ്? മാറ്റിയെടുത്തത് പിന്നെ എനിക്ക് ശീലമായി മാറി. അപ്പം വലിയ താങ്ക്സ് പറയേണ്ടത് ആ നാടകത്തിന്റെ ഡയറക്ടർ പ്രേമനങ്കിളിനോടാണ് അല്ലേ? CV പ്രേംകുമാർ നാടകം ഡയറക്ട് ചെയ്ത. പിന്നെ വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്ന? നമ്മൾ റിഹേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമല്ലോ മോൻ, അപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ എന്തെങ്കിലും ടിപ്സ് വല്ലതും പറഞ്ഞു? മറ്റേ തോളിൽ തൂക്കി ഒരു ബോധമൊക്കെ പോയി അല്ലേ? വെള്ളത്തില്. ഓക്കെ. ബോധം കിടൂല, ഇങ്ങനെ നോക്കും. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കണ്ട, നീ അങ്ങ് ബോധം കെട്ടിരുന്ന മതി പറഞ്ഞു. പിന്നെ അങ്ങനെ ചെയ്തു. വേറെ എന്തെങ്കിലും ഇവിടെ ഡയലോഗ് വല്ലതും പഠിപ്പിച്ചു വല്ലതും തന്നാ പാരന്റ്സ്, അച്ഛനും അമ്മയും? രാത്രിയില് സ്ക്രിപ്റ്റ് വെച്ചിട്ട് വല്ലതും മോനെ ഇതിങ്ങനെ പറയണം അതങ്ങനെ പറയണം അങ്ങനെ വല്ലതും പറഞ്ഞാ? എനിക്ക് സ്ക്രിപ്റ്റ് ആവശ്യമില്ല, എല്ലാം കാണാൻ പഠിച്ച്. അത് കൊള്ളാമല്ലോ. സ്കൂളിൽ പഠിക്കാൻ എങ്ങനെ? പഠിക്കാൻ കുറച്ച് ഇതാണ് നമുക്ക് താല്പര്യം അല്ലേ? അഭിനയിക്കുക, സ്പോർട്സ് വലിയ ഇതുണ്ടല്ലോ സ്കൂളിൽ. ഒരുപാട് സ്പോർട്സ് ഐറ്റംസിനൊക്കെ പങ്കെടുക്കുന്നില്ലേ അല്ലേ? എന്തൊക്കെയാണ് പങ്കെടുക്കുന്ന സ്പോർട്സ് ഐറ്റംസ്? ബാസ്കറ്റ്ബോൾ ത്രോ. പണ്ട് ഞാൻ 2ാം ക്ലാസ്സിലായപ്പോ എന്റെ അമ്മയുടെ അവിടെ ഒരു ബാസ്കറ്റ്ബോൾ സ്ഥലമുണ്ട്. അവിടെ ടീച്ചറുണ്ട് നമ്മൾക്ക്. ആ ടീച്ചർക്ക് ബാസ്കറ്റ്ബോൾ പഠിപ്പിക്കായിരുന്നു. പിന്നെ വെക്കേഷൻ കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് മാറി. വേറെ ബാസ്കറ്റ്ബോൾ ത്രോ അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യും സ്കൂളിൽ? അങ്ങനെയായിട്ട് സ്കൂൾ നമുക്ക് ഇന്റർവെൽ ആവുമ്പോ ലഞ്ച് ബ്രേക്ക് ആവുമ്പോൾ നമുക്ക് ആഹാരം കഴിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റൂല. നമുക്ക് ആഹാരം കഴിച്ചിട്ട് ക്ലാസിന്റെ അകത്തേ നമുക്ക് കളിക്കാം. അങ്ങനെയാണെന്ന് കളിക്കും. ഓ ശരി.
ഇപ്പൊ ടീച്ചർ കാശിനാഥനെ ഈ നാടകത്തിലേക്ക് നമുക്ക് തരുമ്പോൾ ടീച്ചർ പറഞ്ഞത് മിടുക്കനാണ്, കഴിവുള്ള ഒരു പയ്യനാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റോള് അവനെ ഏൽപ്പിക്കാം എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ടീച്ചർ പറയണമെങ്കിൽ ആ സ്കൂളിൽ എന്തെങ്കിലും മോൻ്റെ ഒരു പെർഫോമൻസ് കാണുമല്ലോ. വേറെ എന്തെങ്കിലും കഴിവുണ്ട്? പാട്ട് പാടുമോ? 4 വരി പാട്ടൊക്കെ പാടുമെന്നാണല്ലോ ടീച്ചർ പറഞ്ഞത്. അപ്പം മോനെ നമുക്ക് തന്ന ടീച്ചറിന്റെ പേരെന്താണ്? ദീപ്തി ടീച്ചർ. ദീപ്തി ടീച്ചർ. ദീപ്തി ടീച്ചർ മോനെ പഠിപ്പിക്കുന്നുണ്ടോ? എന്ത് സബ്ജക്റ്റ് ആണ്? ഇംഗ്ലീഷ്. ആ, സിനിമയെല്ലാം കാണുമോ? തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണുമോ? കാണും. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ്? ലാലേട്ടൻ. അത് ശരി, അത് കൊള്ളാം. ലാലേട്ടൻ്റെ എല്ലാ പടവും പോയി കാണുമോ? കുറച്ചു കാലമായിട്ട് കാണുന്നില്ല. അത് ശരി. ലാലേട്ടൻ കഴിഞ്ഞാൽ വേറെ ഏത് നടനെയാണ് ഇഷ്ടം? ആ, വിജയുടെ ഗോട്ട് കണ്ടില്ലേ? ടി വിയിൽ വരുമ്പം കാണുമോ? കാണും. ഈ നീലക്കുയിൽ നാടകം 2.5 മാസം റിഹേഴ്സൽ ചെയ്തല്ലോ ഒരുപാട്. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഞാൻ എല്ലാം കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞു ഡയലോഗ് അല്ലേ? ഒരു അതിൽ ഏറ്റവും മോൻ ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഇപ്പൊ പറയാൻ പറഞ്ഞ ഏത് ഡയലോഗ് പറയും? അല്ല, ഇത് മാഷാണ്, തല്ലാണ് മാഷ്. എവിടെ എൻ്റെ സ്വന്തം അച്ഛൻ? എവിടെ എൻ്റെ സ്വന്തം അച്ഛൻ? എവിടെ എൻ്റെ സ്വന്തം അച്ഛൻ? അല്ല, കള്ളമ്പറാണ്. ആടെ മോനല്ല, എൻ്റെ അച്ഛനും ചത്തുമായിരിക്കും. കൊള്ളാം. കുറെ ഡയലോഗ് ഉണ്ടായിരുന്നല്ലേ അതില്? കുറെ ഡയലോഗ്, കുറെ അഭിനയിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയ്യാതെ കസേരയിൽ ഇരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോ നമുക്ക് അടുത്ത നാടകം കളിക്കണ്ടേ ഉടനെ? കോൺഫിഡന്റ് അല്ലേ? ഇനിയിപ്പം എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമല്ലോ അല്ലേ? നമ്മള് കാണാതെ പഠിച്ച് എക്സ്പേർട്ട് ആയി പോയി. അപ്പൊ ഉടനെ തുടർ വേദികളുണ്ട്, ഒരുപാട് വേദികളുണ്ട്. പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് ഓടി നടന്ന് നാടകം കളിക്കാം കേട്ടോ. പിന്നെ ഈ അഭിനയത്തില് ഇനി അങ്ങോട്ട് തുടർന്ന് നിൽക്കുമല്ലേ? വീട്ടുകാർ ഒക്കെ സമ്മതിച്ചാ അഭിനയിക്കാനൊക്കെ ഇനി പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പഠിത്തവും അഭിനയവും ഇത് തടസ്സം വരരുത്, അതുപോലെ അഭിനയവും, അത് രണ്ടും. അമ്മ വരാന്ന് പറഞ്ഞാ എവിടെയെങ്കിലും നമ്മൾ ദൂരെ പോവുകയാണെങ്കിൽ അമ്മ കൂടെ വരും അല്ലേ? ആ, നന്നായി. വീട്ടില് അങ്ങനെ ഒരു സപ്പോർട്ട് അച്ഛൻ്റെന്നും അമ്മയുടെയും ഒക്കെ കിട്ടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? പല വീടുകളിലും അമ്മ വരും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വരും. ആ, മതി. അവര് രണ്ടുപേരും വളരെ സപ്പോർട്ടീവാണ്. ഈ ഡയലോഗൊക്കെ അനിയത്തി കുട്ടിയെ അഭിനയിച്ച് കാണിച്ചു കൊടുത്താ? അവള് അഭിനയിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാറില്ല. അനിയത്തി റിഹേഴ്സലിന് കാണാൻ വന്നിരുന്ന. അപ്പൊ അനിയത്തി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അനിയത്തി സ്റ്റേജില് മോനെ കണ്ടപ്പോ അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? സ്റ്റേജില് ആ പെർഫോമൻസ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അനിയത്തി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്ന. വീട്ടിൽ വന്നപ്പോ അവള് നേരത്തെ ഉറങ്ങി പോയിരുന്നു. സ്റ്റേജ് വെച്ച് എന്നെ കണ്ടപ്പോ അവള് അവള് ശരിക്കും എന്നെ വിളിക്കുന്ന അമ്പായിന്നാണ്. എന്തോന്ന്? എന്റെ അമ്മ വിളിക്കുന്ന എന്നെ അമ്പാടി. അതുകൊണ്ട് അവൾക്ക് പറ്റുന്ന പോലെ അവള് വിളിക്കുന്ന എന്നെ അമ്പായിന്നാണ്. അതേപോലെ എന്റെ ടൈം ആയപ്പോ ഞാൻ ഇതപ്പോ അവളെന്നെ അമ്പായിന്ന് ഒറ്റ വിളി. ഇന്നലെ ശ്രദ്ധിച്ചില്ല, അഥവാ ശ്രദ്ധിച്ചാ പോയി നമ്മുടെ കോൺസെൻട്രേഷൻ പോവും അല്ലേ? നാടകം കൊള്ളാവും. പിന്നെ പോസ്റ്റ്മാൻ ശങ്കരൻ അങ്കിളായിട്ട് അഭിനയിച്ച സജനചന്ദ്രൻ അങ്കിള് ഒരുപാട് ഹെൽപ്പ് ചെയ്തല്ലേ? അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ റിഹേഴ്സൽ സമയത്ത് ഒരുപാട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറെ ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചാനലില് മോൻ സംസാരിക്കുന്നതായിട്ടല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇനിയും ഇതുപോലെ നാടകങ്ങൾ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കണുണ്ടല്ലോ. അത് ഞാൻ എന്റെ അപ്പച്ചീന്റെ കൂടെ മേളയിൽ പോകാൻ വേണ്ടി വിളിച്ചത്. ആദ്യം ഒരാൾ വിളിച്ചു, പിന്നെ മേളയിൽ വളരെ സ്മാർട്ടായിട്ട് സംസാരിച്ചല്ലോ, കൊള്ളാം.
എന്തായാലും സുമേഷ് വളരെ ഭാഗ്യം ചെയ്ത ഒരു അച്ഛനാണ്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മകൻ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ടാലൻറ്റ്, അതുപോലെ ഒരു വലിയൊരു റോള് സ്റ്റേജിൽ വളരെ കൂളായിട്ട് അവതരിപ്പിക്കുക. എങ്ങനെയാണ് ഈ കാശിനാഥൻ ഇങ്ങനൊരു കഴിവുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്? ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത് മോൻ്റെ ക്ലാസ് ടീച്ചറാണ്, ദീപ്തി ടീച്ചറാണ്. ദീപ്തി ടീച്ചറാണ്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ഒരു നാടകത്തിൻ്റെ ഒരു ഇതിൽ കഥാപാത്രത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ കഥാപാത്രമുണ്ട്, അപ്പം മോൻ അത് ആപ്റ്റായിരിക്കും, നിങ്ങൾക്ക് വിടാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. മോനും വിടാൻ താല്പര്യം കുറവൊന്നുമില്ല, പക്ഷെ ഇവ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ റിഹേഴ്സൽ വിട്ടാൽ മതി. അതുവരെ അറിയില്ലായിരുന്നു അല്ലേ? അതുവരെ അറിയില്ല. അതുവരെ വീട്ടിൽ സാധാ കുട്ടികളെ പോലെ അനിയത്തിയായിട്ട് കിടന്ന് കളിച്ചു വളരുക, സഹോദരിയുടെ 2 മക്കളുണ്ട്, അവരായിട്ട് കളിച്ചു ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ നേരെ കൊണ്ടുവന്ന് പ്രേം സാറിനെ കൊണ്ടുവന്ന് കാണിച്ചു. പ്രേം സാറ് പറഞ്ഞു, ഇതേപോലെ ലെങ്തി ഡയലോഗ് കൊണ്ട് ഇവൻ കാണാതെ പഠിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അതിപ്പോൾ ആദ്യമായിട്ടാണ്, ഇവൻ പഠിക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എങ്കിൽ നമുക്കിത് ഡയലോഗ് ഉള്ളതിൽ കുറേ അങ്ങ് വെട്ടി കുറയ്ക്കാം, പക്ഷെ 2 സീനിൽ കുറച്ച് ഡയലോഗ് ഉണ്ട്, അത് വെട്ടി കുറയ്ക്കാൻ പറ്റില്ല, ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ. ഇവൻ ബാലനായിട്ട് ആപ്റ്റാണ്, അതിൻ്റെ സൈസും എല്ലാം കൊണ്ടും ഷേപ്പും എല്ലാം കൊണ്ടും എല്ലാം ഓക്കെയാണ്, ഇവനെ കൊണ്ട് പഠിപ്പിച്ചെടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഓക്കെ. ഒരു 3-4 ദിവസം കഴിഞ്ഞ ശേഷം ഇവൻ എല്ലാം ക്ലിയറായി അങ്ങ് പഠിച്ച് സാറിൻ്റെ ഒരു കഴിവും കൂടെയാണ്. പിന്നെ നമ്മളെ ടീച്ചറിൻ്റെ, ഇവൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞ എൻ്റെ ഒറ്റ ഇത് ഇവൻ അങ്ങ് പഠിച്ചെടുത്തോളും, വേറെ കുഴപ്പമൊന്നുമില്ല, അവനത് ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് ഇവൻ അങ്ങ് കയറി. നമുക്കെന്നെ വളരെ അതിശയമായിരുന്നു. ഏറ്റവും ലാസ്റ്റത്തെ റിഹേഴ്സൽ സമയം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എത്ര വലിയ നടന്മാരാണെങ്കിലും കുറച്ച് ചെറിയ തെറ്റും ഇതൊക്കെ പറ്റും, കാരണം നാടകമില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇവൻ തന്നെ തിരിച്ച് ഇവരോട് പറയും, അവരുടെ ഡയലോഗ് അങ്ങനെയാണ്, ഇവരുടെ ഡയലോഗ് ഇങ്ങനെയാണ്. അപ്പം ഇവനും പോകുമ്പം ഇവനും അതേപോലെ അവരുടെ കൂടെ ഇരുന്ന് അഭിനയിച്ച് അങ്ങ് എടുക്കും. നമുക്ക് ഭയങ്കര ഒരു അതിശയം ആയിരുന്നു, ഇവങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ എടുക്കുമെന്ന്. നമ്മളെ തൊട്ടടുത്ത് വന്ന് ഇതുവരെ ഇവിടെ അടുത്ത് വന്ന് ഇന്ന് കളിച്ച് ചിരിച്ചിരുന്നിട്ട് ആ സ്ക്രീനിൻ്റെ ആ സമയമാകുമ്പോൾ ഇവൻ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയിട്ട് ആ റോൾ അങ്ങ് കഥാപാത്രമായിട്ട് അങ്ങ് മാറും. 50 മില്ല് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യും. നമ്മളെ പോസ്റ്റ് മാസ്റ്റർ സജന ചന്ദ്ര സാറായിട്ട് ഇവരെ പെട്ടെന്ന് അങ്ങ് റോളായിട്ട് അങ്ങ് മാറും. അവരൊക്കെ അത്ര സീനിയർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ അതുവരെ കസാല കയറി ഇരുന്ന് കാറ്റും കൊണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് സീനാകുമ്പോൾ അവരങ്ങ് അഭിനയിക്കും. പക്ഷെ അവരെ പോലെ തന്നെ ഇവനും അങ്ങനെ ചെയ്യണുണ്ട്. അത് റിഹേഴ്സൽ പിന്നെ ഇവരൊക്കെ ഒരു കുടുംബം പോലെ അങ്ങ് ആയി, ഒരു കുടുംബത്തിലൊരു കൊച്ചു കുട്ടിയെ പോലെ ആയിരുന്നു ഇവൻ. നമുക്ക് നോക്കേണ്ട കാര്യമില്ല, രാവിലെ ആകുമ്പോൾ അങ്ങ് കൊണ്ടുവന്ന് വിട്ടാൽ മതി. പിന്നെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ സാറ് വിളിക്കുമ്പോൾ വിളിച്ചാൽ മതി. പിന്നെ സാറ് ചില ദിവസമൊക്കെ മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാനാണ് പതിവ്. ഇതില് ദീപ്തി ടീച്ചർ ഇങ്ങനൊരു ടാലന്റ് കണ്ടെത്തിയെങ്കിലും ഇത് മോൾഡ് ചെയ്ത് എടുക്കുന്നതിൽ നാടകത്തിനകത്ത് കുറച്ചു പേരുടെ സഹായം ഉണ്ട് അല്ലേ? ഡയറക്ടറിന്റെ കഴിവുണ്ട്, സി വി പ്രേംകുമാർ സാറ്, സജനചന്ദ്ര സാറ്, പിന്നെ നമ്മളെ സത്യമാഷായിട്ട് അഭിനയിച്ച ചേട്ടൻ, പിന്നെ നളിനിയായിട്ട് ശ്രീലക്ഷ്മി ഇവന്റെ വോയിസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. കാരണം റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇവന്റെ വോളിയം വരാത്തതിന് 1-2 വാക്കുകൾ ഇവനെ കൊണ്ട് ഉച്ചത്തിൽ വെളിയിൽ നിന്ന് സംസാരിച്ച് അങ്ങനെ സംസാരിക്കാൻ പറയുമ്പോൾ ഇവന്റെ വോയിസ് കുറച്ചും കൂടെ ലൗഡായി. അതുപോലെ ഈ ഡയലോഗ്സിനൊക്കെ കുറച്ചുകൂടെ ഒരു കൃത്യതയും വ്യക്തതയും വന്നു. സ്പീഡിൽ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലായിരുന്നു. അത് ശ്രീലക്ഷ്മി ഒരുപാട് കുറേ എഫേർട്ട് എടുത്ത് ഇവരുടെ റിഹേഴ്സൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം മറ്റേ നളിനിയും ഇവരായിട്ടുള്ള റിഹേഴ്സലാണല്ലോ, അവരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇവർ രണ്ടിനും കൂടെ വെളിയിൽ വന്നിരുന്നിട്ട് ഇവർ രണ്ടിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി അനിയനും പോലെ ഇരുന്ന് സംസാരിച്ച് സമയവും പോവും, ഇതേപോലെ ക്ലാസ്സും നടക്കും. അങ്ങനെ കുറേ എഫേർട്ട് എടുത്ത് അതിന് ശ്രീലക്ഷ്മിയോട് വളരെ താങ്ക്സ് ഉണ്ട്. കാരണം ഇവൻ്റെ സൗണ്ട് കുറച്ച് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാരണം വീട്ടിലിരുന്ന് അനിയത്തിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ കരയുമ്പോൾ തന്നെ ഇവന് വോയിസിന് അത്ര സൗണ്ട് ഇല്ല, ശബ്ദം കുറവായിരുന്നു. ഞാൻ സാറിൻ്റെ ഇങ്ങനെ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് വോയിസ് ഇത്രയും കുറവാണ്. അപ്പോൾ സാറ് എന്ത് വിശ്വാസത്തിലാണ് സാറ് പറയും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് അവസാനം എല്ലാം കൊണ്ടൊന്ന് ശരിയായി വരുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ നാടകം കഴിയണവരെ എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നാടകം ഫൈനൽ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും അത് കാണുന്നത് ആ വേഷം
70 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വിപിൻ മോഹൻ ചേട്ടന്റെ മുമ്പിലാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു സൗഭാഗ്യം. അല്ല, സാർ ഇടയ്ക്ക് റിഹേഴ്സൽ ക്യാമ്പിൽ വന്നായിരുന്നു. അപ്പം സാർ എന്നെ വിളിച്ചു. കാശിയുടെ അച്ഛൻ ഇവിടെ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ വിളി നിൽക്കുകയായിരുന്നു. ഡയറക്ടർ സാർ ഒന്ന് എന്നെ വിളിച്ചു, വിപിൻ മോഹൻ സാർ ഇതേപോലെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം വന്നിട്ട് ഇതേപോലെ പറഞ്ഞു, മോഹന് നല്ല കഴിവുണ്ട്, അപ്പോൾ അത് നിങ്ങളത് കൊണ്ടുപോകണം, അവൻ്റെ പഠിത്തത്തിൽ മോശം ആവാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം, എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തത്. അത് സാറ് പണ്ട് അഭിനയിച്ച രീതി എന്ന് പറയുമ്പോൾ പണ്ട് ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ആ സാർ അഭിനയിച്ച ഇത് ഇവൻ അതേപോലെ ഒരു ഇതും ഇല്ലാതെ അങ്ങ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത് സാറിന് ഭയങ്കര ഒരു ഇതായിരുന്നു. സാറും നാടകം കാണാൻ വന്നതിൽ വളരെ സന്തോഷം. ശരിക്കും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് വളരെ സന്തോഷമായിരുന്നു. അപ്പൊ ഇനി തുടർ വേദികളിൽ അഭിനയിക്കാൻ വിടും. അവന് അഭിനയിക്കാൻ ആ മോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വിടും. അവന്റെ കഴിവുണ്ടെന്നുള്ളത് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. അവന്റെ പഠിത്തത്തിൽ മോശം പറ്റാത്ത രീതിയിൽ അവനെ കൊണ്ടുപോകണം. സിനിമയിൽ നിന്നൊക്കെ അവസരം വന്നാലും കൊണ്ടുപോകും. കുറച്ചു കാലം ഇപ്പൊ ദൂരെയൊക്കെ ആണെങ്കിലും അച്ഛനും അമ്മയും ആരെങ്കിലും കൂടെ പോകേണ്ടി വരും അല്ലേ? പ്രായത്തിന് വരെ അല്ല, അവന്റെ കൂടെ അങ്ങ് പോണം. കാരണം എന്ന് പറയുന്നത് അഭിനയിക്കണം എന്ന് പറയുമ്പോ നമ്മളെയും കൂടെ ഒരു ഭാഗ്യമല്ലേ. ഇനിയിപ്പോ അവൻ ഏത് പ്രായം ആവണ വരെ ആണെങ്കിലും അവന്റെ കൂടെ പോകാൻ നമുക്ക് താല്പര്യമാണ്. ദീപ്തി ടീച്ചർ കണ്ടെത്തിയെങ്കിലും നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഒന്ന് ഇതിന്റെ സംവിധായകൻ ശ്രീ സി വി പ്രേംകുമാർ. അദ്ദേഹത്തിന്റെ ഒരു ക്ഷമയും സാറാണ് ഇവനെ ക്ലിയർ ചെയ്തെടുത്തത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം കുട്ടികളോട് കൂടുതൽ ദേഷ്യപ്പെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യും. പക്ഷെ അത് സാറ് എങ്ങനെയാണ് ഇവനെ ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാരണം നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ സാറ് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. ഇവ ശരി എന്ന് പറയും. ആദ്യത്തെ 1 പ്രാവശ്യം തെറ്റും, 2ാമത്തെ പ്രാവശ്യം ക്ലിയർ ആവും. അപ്പം 3ാമത്തെ പ്രാവശ്യം വീണ്ടും തെറ്റി. സാറത് വളരെ ക്ഷമയോടെ വീണ്ടും അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അത് ക്ലിയർ എടുത്ത് സാറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പിന്നെ ടീച്ചർ ഇതിനൊരു തുടക്കം കൊടുത്തുന്നുണ്ടെങ്കിലും ബാക്കി പ്രേം സാറും പിന്നെ ഇവൻ്റെ നളിനി ശ്രീലക്ഷ്മി 2ാം അമ്മയായിട്ട് ആ കുട്ടി വളരെ എഫർട്ട് എടുത്തിട്ടാണ് ഇവന്റെ സൗണ്ടും മോഡുലേഷനും ക്ലിയർ ആക്കി എടുത്തത്. അത് വളരെ ഒരു ഇത് തന്നെയാണ്. മോനെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിഹേഴ്സൽ ക്യാമ്പിൽ വരുമ്പോൾ നാടകത്തിൽ നളിനിയുടെ ക്യാരക്ടർ ചെയ്ത ശ്രീലക്ഷ്മി ഇല്ലേ, ശ്രീലക്ഷ്മി മോനെ പുറത്തിരുത്തി സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിപ്പിക്കുന്നു. എന്തോയായിരുന്നു സംഭവം? അതിന്റെ ശബ്ദം എനിക്ക് എപ്പോഴും കുറയാറുണ്ട്. വോളിയം കുറയും അല്ലേ? വീട്ടിലും അങ്ങനെ തന്നെ? വീട്ടിൽ അനിയത്തിയായിട്ടൊക്കെ വഴക്കൂടുമ്പോ കീറി വിളിക്കൂലേ? വീട്ടില് അനിയത്തിയാകുമ്പോ കളിക്കുമ്പോ എന്റെ ശബ്ദം അത്രക്കില്ല. അപ്പൊ ഈ അച്ഛന്റെ കൂടെ ഞാൻ ദേഷ്യപ്പെടുമ്പോ അത്രയില്ല. അപ്പൊ ഈ ശ്രീലക്ഷ്മി എന്തിനാണ് ഈ വെളിയിൽ കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് ഇങ്ങനെ പല അവസരങ്ങളിൽ ഞാൻ വരുമ്പോ അത് കാണുന്നുണ്ടല്ലോ, എന്താണ് അത്? അവിടെ നിങ്ങൾ തമ്മിൽ എന്താണ് അവിടെ സംഭവം? പറയൂ. അവിടെ വെച്ച് ഡയലോഗ് ഇത് നമുക്ക് പറയും. ചിലപ്പോ ആ ഡയലോഗ് പറഞ്ഞിട്ട് ഡയലോഗ് നല്ല ശബ്ദത്തോടെ പറയാൻ പറയും. അപ്പൊ ഞാൻ അങ്ങനെ പറയും, നല്ല ശബ്ദത്തിൽ വോളിയം കൂട്ടി. അതുപോലെ ക്ലിയർ ആയിട്ടും പറയാൻ പറഞ്ഞു അല്ലേ? ഇടയ്ക്കൊക്കെ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ ശങ്കരൻ നായർ അങ്കിളിൽ നിന്നൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ ക്ലിയർ ആക്കി. അപ്പം ശ്രീലക്ഷ്മി ആന്റിക്ക് ഒരു വലിയ താങ്ക്സ് ഉണ്ട് അല്ലേ? ശ്രീലക്ഷ്മി ആന്റി അങ്ങനെ വെളിയിലിരുത്തി ഇത് പഠിപ്പിച്ചു തന്നതിനല്ലേ? പിന്നെ താങ്ക്സ് കണ്ടപ്പോ പറഞ്ഞില്ല, ഇനി കാണുമ്പം പറയണം അല്ലേ? സി വി പ്രേംകുമാർ അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്ന? സാധാ ആൾക്കാരല്ലേ, ഞാൻ എത്ര തെറ്റിച്ചാലും വഴക്ക് പറയും. പക്ഷെ ഈ അങ്കിൾ തന്നെ ഇത് വഴക്ക് പറ്റിയില്ല. അതുപോലെ അങ്കിള് കാലത്തെ കാറിൽ വീട്ടിൽ വന്ന് കൊണ്ടുപോകും അല്ലേ? കഴിഞ്ഞിട്ട് കൊണ്ടുവിടും. പിന്നെ വെക്കേഷനിൽ ക്രിസ്മസ് വെക്കേഷനിൽ ഒരിടത്തും പോയില്ലായിരുന്നു, കംപ്ലീറ്റ് ക്യാമ്പിലായിരുന്നു. പിന്നെ അങ്ങനെ തന്നെ എനിക്ക് ഒരിടത്തും പോകാൻ പറ്റിയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? ഈ 2.5 മാസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോ തീർന്നപ്പം വിഷമം തോന്നിയാ? അയ്യോ ഇനിയിപ്പം
ഒന്നുമില്ലല്ലോ എന്നാ അങ്ങനെ ഒരു വിഷമം തോന്നിയാ? അങ്ങനെ വിഷമം തോന്നി. പിന്നെയാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇനി വേറെ സ്ഥലത്ത് പോകുന്നു. അപ്പൊ അടുത്ത വേദികളിൽ പോയി പെർഫോം ചെയ്യാൻ നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി അടുത്ത വേദിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തതിനെക്കാട്ടിലും ഒരുപടി മുകളിൽ ചെയ്യും അല്ലേ? ഇപ്പൊ കോൺഫിഡന്റ് ആയില്ലേ? ഇനിയിപ്പോ ഇതെന്തോ നിസ്സാരം. നമുക്ക് പോസ്റ്റ്മാൻ അങ്കിളിനും താങ്ക്സ് കൊടുക്കണമല്ലോ അല്ലേ? ആ അങ്കിൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അത് കൊറേ ഇമോഷണൽ ആയിട്ടുള്ള കൊറേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കൊറേ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് എത്തിയപ്പോ എനിക്കൊരു പേടി തോന്നിയാ? പേടി ഞാൻ വിചാരിച്ചതെല്ലാം ഇതാവുന്നു. പക്ഷെ എനിക്ക് പേടി വന്ന സീനാണത്. 29-ാം തീയതി ടാഗോറിൽ കേറണതിന് മുമ്പെയാ? മുമ്പേ അല്ല, അവിടെ കേറി കഴിഞ്ഞ് മേക്കപ്പ് ഇട്ട് എല്ലാം ചെയ്തപ്പോ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത് എനിക്കൊരു പനി ഉണ്ടായിരുന്നു, ചെറിയ പനി ഉണ്ടായിരുന്നു. ആ സമയത്ത് AC കിടക്കായിരുന്നു. വെള്ളവും പിന്നെ ഈ ലൈറ്റും ആൾക്കാരും ഒക്കെ കണ്ടപ്പം അല്ലേ? വെള്ളവും കൂടെ പിന്നെ അത് കവർ ചെയ്ത് അല്ലേ? സത്യത്തിൽ എന്നോട് കസേര ഇരുത്തിയപ്പോ ഞാൻ ഇറങ്ങിയാണ് പോയത്. ആ തണുപ്പ് വെള്ളത്തിയുണ്ട്. വെള്ളം എന്ത് ചെയ്ത് ആദ്യം തളിച്ചാ? വെള്ളം ഞാൻ മഴയത്തല്ലേ വരുന്നത്, അപ്പം ദേഹത്ത് മൊത്തം വെള്ളം നനപ്പിച്ചു. ആദ്യം മോൻ ഈ വെള്ളം നനയ്ക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാ? ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വെള്ളം നനപ്പിച്ചു. ലാസ്റ്റ് കസേരപ്പോ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്നാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത്. മോന്റെ റോള് സിനിമയിൽ ചെയ്ത വിപിൻ മോഹൻ അങ്കിൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞ. പയ്യൻ കിടുക്കനായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ. അപ്പൊ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു ആ നാടകം. അതേപോലെ എന്റെ അപ്പച്ചിയും പിന്നെ വല്യമ്മയുടെയും കൂടെ പോവാണ്ടിരിക്കുമ്പോ വിളിക്കും എന്നെ. ഇവിടെ പോയിട്ട് എന്നെ ഒന്നുകൂടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് പോവും. അതിന്റെ അടുത്ത ഒന്നുകൂടെ സിനിമയിൽ നിന്നൊക്കെ റോള് വന്നാലും നമ്മൾ ചെയ്യും അല്ലേ? പക്ഷെ വെക്കേഷനിൽ അവധി കിട്ടൂല. എല്ലാ ആശംസകളും നേരുകയാണ്. പഠിത്തം വിടരുത്, പഠിത്തത്തോടൊപ്പം ഈ ടാലന്റും കൂടെ കൊണ്ടുപോകണം. പാരൻസ് ഫുൾ സപ്പോർട്ടാണ്. ആദ്യത്തെ ഈ ടാഗോറിൽ സ്റ്റേജ് ചെയ്തപ്പോൾ ആ പെർഫോമൻസ് കണ്ട് ആൾക്കാർ വളരെ ഹാപ്പിയാണ്, മീഡിയക്കാർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ ടാലന്റ് പൊന്നുപോലെ സൂക്ഷിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈ ഇന്റർവ്യൂ ഉണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. താങ്ക് യു.